വെൽക്കം ടു ദ 4th സെമസ്റ്റർ ക്ലാസ്സസ്. ഈ സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ലീനിയർ ഓൾജിബ്ര എന്നുള്ള ടോപ്പിക്കാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് വെക്റ്റർ സ്പേസസ്, ജനറൽ വെക്റ്റർ സ്പേസസ് എന്നുള്ള ഒരു സെക്ഷനാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ കൂടുതലായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് സെക്ഷൻ അതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് റിയൽ വെക്റ്റർ സ്പേസസ് എന്നുള്ള സബ്ജക്റ്റാണ്. സോ എന്താണ് വെക്റ്റർ സ്പേസ്, റിയൽ വെക്റ്റർ സ്പേസ് എന്താണ് എന്നൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്താണ് ഒരു വെക്റ്റർ സ്പേസ് എന്നറിയണം. എ വെക്റ്റർ സ്പേസ് ഇസ് നത്തിങ് ബട്ട് സ്പേസ് ഓഫ് വെക്റ്റേഴ്സ്. നിങ്ങളെല്ലാവരും വെക്റ്റേഴ്സ് എന്നുള്ള കൺസെപ്റ്റിനോട് ഫെമിലിയർ ആണ്. നമുക്കറിയാം എന്താണ് വെക്റ്റർ ഇൻ എ പ്ലെയിൻ ഓർ വാട്ട് ഈസ് മെൻ ബൈ വെക്റ്റർ ഇൻ എ സ്പേസ് എന്നൊക്കെ നമുക്കറിയാം. സോ എന്തൊക്കെ പ്രോപ്പർട്ടീസ് നമ്മുടെ ഈ വെക്റ്റേഴ്സിനുണ്ട്. Suppose you have vector A and vector B, you can add them to get another vector. Okay. So, രണ്ട് വെക്റ്റേഴ്സിനെ തമ്മിൽ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ we will get another vector. ഇതുപോലെ തന്നെ you have one vector. അതിനെ നമ്മളൊരു റിയൽ നമ്പർ കൊണ്ട്, ഒരു പോസിറ്റീവ് റിയൽ നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. or we are multiplying a vector with a scalar. ഒരു റിയൽ നമ്പർ കൊണ്ട് നമ്മളിതിനെ മൾട്ടിപ്ലൈ ചെയ്യണു. സോ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ വെക്റ്റർ എ എന്ന് പറയുന്ന വെക്റ്ററിനെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതേ ഡയറക്ഷനിൽ തന്നെ ഡബിൾ മാഗ്നിറ്റ്യൂഡുള്ള ഒരു വെക്റ്റർ എനിക്ക് കിട്ടും. ഓക്കെ, സോ ഇഫ് ഐ മൾട്ടിപ്ലൈ എ വെക്റ്റർ വിത്ത് എ പോസിറ്റീവ് റിയൽ നമ്പർ, I will get another vector which is in the same direction of that vector. 0 കൊണ്ടാണ് ഞാൻ ഈ വെക്റ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ I will get the 0 vector. നമുക്കൊരു സിംഗിൾ പോയിൻ്റ് ആണ് കിട്ടുന്നത് and we can call it the 0 vector. അതുപോലെ ഈ വെക്റ്റർ എ എന്നുള്ള വെക്റ്ററിനെ ഞാൻ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ or I will get another vector which has the same direction as that of vector A but which is in the opposite direction. Okay, ഇനി ഞാൻ ഏത് നെഗറ്റീവ് നമ്പർ കൊണ്ട് ഈ വെക്റ്റർ എയെ മൾട്ടിപ്ലൈ ചെയ്താലും ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ പുതിയ വെക്റ്ററിൻ്റെ മൈനസ് വെക്റ്റർ എ എന്ന് ഞാനിതിനെ വിളിക്കുകയാണ്, ഇതിൻ്റെ അതേ ഡയറക്ഷനിലുള്ള വെക്റ്റേഴ്സാണ് നമുക്കിവിടെ കിട്ടുന്നത്. സോ you can add 2 vectors, say v1 plus v2, and you will get another vector. You multiply a vector with a scalar, you will get another vector. Okay, ഇങ്ങനെ വെക്റ്റേഴ്സിനെ തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാനും സ്കെയിലാർ ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യാനും പറ്റുന്നുണ്ട്. മാത്രമല്ല ഇനി നമുക്ക് പറയാം ഈ 0 വെക്റ്റർ. If I add 0 vector to any other vector, ഇപ്പോൾ ഒരു വെക്റ്റർ എ എടുത്തു, അതിൻ്റെ കൂടെ ഞാൻ 0 വെക്റ്ററാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്നത് വെക്റ്റർ എ തന്നെയായിരിക്കും. ഓക്കെ, ഇതുപോലെ നമുക്ക് വെക്റ്റേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്യാനും സ്കെയിലാർ മൾട്ടിപ്ലൈ ചെയ്യാനും പറ്റുന്നു. ഈ അഡീഷനും വെക്റ്റർ അഡീഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും ഒരുപാട് ആൾജിബ്രൈക് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ ആൾജിബ്രൈക് പ്രോപ്പർട്ടീസിനെ നമ്മൾ മറ്റുള്ള സ്പേസുകളിലേക്ക് ജനറലൈസ് ചെയ്യുകയാണ്. വെക്റ്റർ സ്പേസ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. നമുക്ക് പരിചയമുള്ള 2 ഡയമെൻഷണൽ 3 ഡയമെൻഷണൽ വെക്റ്റേഴ്സിനൊക്കെയുള്ള കുറേ പ്രോപ്പർട്ടീസിനെ നമ്മൾ മറ്റുള്ള ചില നോൺ എംപ്റ്റി സെറ്റുകളിലേക്ക് ജനറലൈസ് ചെയ്തെടുക്കുകയാണ്. ഇതേ പ്രോപ്പർട്ടീസൊക്കെയുള്ള മറ്റ് സ്പേസുകൾ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെയുള്ള സ്പേസുകളെയാണ് നമ്മളിവിടെ വെക്റ്റർ സ്പേസ് എന്ന് വിളിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മളിനി വെക്റ്റർ സ്പേസിൻ്റെ ഫോർമൽ ഡെഫിനിഷനിലേക്ക് കടക്കാൻ പോവുകയാണ്. സോ ലെറ്റ് വി ബി an arbitrary non-empty set of objects on which 2 operations are defined, addition and multiplication by numbers called scalars. So നമ്മുടെ കയ്യിലുള്ള വി എന്ന് പറയുന്നത് ഒരു നോൺ എംപ്റ്റി സെറ്റാണ്. ആ നോൺ എംപ്റ്റി സെറ്റിൽ നമുക്ക് 2 ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദേ ആർ അഡീഷൻ ആൻഡ്
മൾട്ടിപ്ലിക്കേഷൻ ബൈ സ്കെയിലാർ ഓർ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ഇനി ഈ അഡീഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും ചില പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. എന്തൊക്കെയാണ് ആ പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ, യു ടേക്ക് എനി 2 എലമെൻറ്റ്സ് ഓഫ് വി. ഈ വിയിലുള്ള എലമെൻസിനെയാണ് നമ്മൾ വെക്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. പിന്നെ നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യാനെടുക്കുന്ന റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സിനെയാണ് നമ്മൾ സ്കെയിലാർസ് എന്ന് വിളിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇനി മുതൽ വെക്റ്റർ എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് വെക്റ്റർ സ്പേസിലുള്ള എലമെൻറ്റിനെ നമ്മളിവിടെ വെക്റ്റർ എന്ന് പറയുകയാണ്. സോ യു ടേക്ക് എനി 2 എലമെൻറ്റ്സ് ഓഫ് ദ വെക്റ്റർ സ്പേസ് ഓർ എനി 2 എലമെൻറ്റ്സ് ഓഫ് വി. Their sum should be in V itself. So addition, this addition of vectors. By addition we mean a rule for associating each pair of objects u and v in capital V, an object u plus v called the sum of u and v. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വെക്റ്റർ അഡീഷൻ എന്ന് പറയുന്നത് വി ക്രോസ് വിയിൽ നിന്ന് വിയിലേക്കുള്ള ഒരു ഓപ്പറേഷനാണ്. യു ടേക്ക് എ യു 2 എലമെൻറ്റ്സ് ഫ്രം വി, യു ആൻഡ് വി ഫ്രം ക്യാപിറ്റൽ വി, യു വിൽ ഗെറ്റ് അനദർ എലമെൻറ്റ് യു പ്ലസ് വി ഇൻ ക്യാപിറ്റൽ വി. അടുത്തതായിട്ട് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ. ഈ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഈച്ച് സ്കെയിലാർ കെ ആൻഡ് ആൻ ഒബ്ജക്റ്റ് യു ഇൻ വി. സോ കറസ്പോണ്ടിങ് ടു ഈച്ച് സ്കെയിലാർ കെ ആൻഡ് ആൻ ഒബ്ജക്റ്റ് യു ഇൻ വി, ദർ ഈസ് ആൻ ഒബ്ജക്റ്റ് കെ യു ഇൻ വി. ഓക്കെ, ഇങ്ങനെയുള്ളൊരു ഓപ്പറേഷനെയാണ് നമ്മളിവിടെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഒന്നുകിൽ ഇപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ളിടത്തോളം ഒന്നുകിൽ ആർ ക്രോസ് വിയിൽ നിന്ന് വിയിലേക്ക്, അതായത് റിയൽ നമ്പേഴ്സ് ക്രോസ് വിയിൽ നിന്ന് വിയിലേക്കുള്ളൊരു ഓപ്പറേഷനാണ്. അല്ലെങ്കിൽ നമുക്ക് സ്കെയിലാറായിട്ട് കോംപ്ലക്സ് നമ്പേഴ്സ് എടുക്കാം. സോ സി ക്രോസ് വിയിൽ നിന്ന് വിയിലേക്കുള്ള ഓപ്പറേഷനായിട്ടും നമുക്കിതിനെ ഡിഫൈൻ ചെയ്യാം. If some axioms are satisfied by all objects u, v and w in V and all scalars k and m, then we call V a vector space and we call the objects in V as vectors. So ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്, ഒരു വെക്റ്റർ സ്പേസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ നോൺ എംപ്റ്റി സെറ്റ് ഇൻ വിച്ച് വി ഹാവ് ഡിഫൈൻഡ് 2 operations. One is called vector addition. It is defined from v cross v to v. Another operation is scalar multiplication and it is defined from r cross v to v or c cross v to v. ഇത്രയും നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഇങ്ങനെ ഒരു നോൺ എംപ്റ്റി സെറ്റും 2 ഓപ്പറേഷനും ഉള്ളത് കൊണ്ട് മാത്രം നമ്മൾ ഇതിനെ വെക്റ്റർ സ്പേസ് എന്ന് വിളിക്കില്ല. അതിനെ വെക്റ്റർ സ്പേസ് എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്യുന്ന വെക്റ്റർ അഡീഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും ചില പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. സോ നമുക്കിനി എന്തൊക്കെയാണ് ആ പ്രോപ്പർട്ടീസ് എന്ന് നോക്കാം. സോ ഇങ്ങനെയുള്ള ഇതിനെ നമ്മൾ ആക്സിയംസ് എന്നാണ് പറയുക. സോ വെക്റ്റർ സ്പേസ് ആക്സിയം, ഒരു വെക്റ്റർ സ്പേസ് ആവണം എന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. സോ ഇഫ് യു ആൻഡ് വി ആർ ഒബ്ജക്ട്സ് ഇൻ വി, യു പ്ലസ് വി ഈസ് ഇൻ വി. സോ വെക്റ്റർ അഡീഷൻ ഷുഡ് ബി ക്ലോസ്ഡ് എന്നാണ് നമ്മളിതിനെ പറയുക. or we can say that vector addition is a binary operation. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇത് വി ക്രോസ് വിയിൽ നിന്ന് വിയിലേക്കുള്ള ഒരു ഓപ്പറേഷൻ ആയിരിക്കണം. അതൊരു ആക്സിയം ആയിട്ട് നമ്മളിവിടെ പറയുകയാണ്. ഇഫ് യു ആൻഡ് വി ആർ ഇൻ ക്യാപിറ്റൽ വി, ദെൻ യു പ്ലസ് വി ഷുഡ് ബി ഇൻ ക്യാപിറ്റൽ വി. രണ്ടാമത്തെ കണ്ടീഷൻ ഇതാണ്, രണ്ടാമത്തെ ആക്സിയം ഇതാണ്, യു പ്ലസ് വി ഈസ് ഈക്വൽ ടു വി പ്ലസ് യു. അതായത് ദിസ് വെക്റ്റർ അഡീഷൻ ഷുഡ് ബി കമ്മ്യൂട്ടേറ്റീവ്. ഓർഡർ ഇല്ല. യു പ്ലസ് വി ആയാലും വി പ്ലസ് യു ആയാലും വി വിൽ ഗെറ്റ് ദ സെയിം വെക്റ്റർ. മൂന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു. സോ ഈ പ്രോപ്പർട്ടിയെ നിങ്ങൾക്കറിയാം, ദിസ് ഇസ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. സോ വെക്റ്റർ അഡീഷൻ ഷുഡ് ബി അസോസിയേറ്റീവ്. അതാണ് നമ്മുടെ മൂന്നാമത്തെ കണ്ടീഷൻ. നാലാമതായിട്ട് പറയുകയാണ്, there is an object 0 in V
which is known as zero vector for V, such that 0 plus u is same as u plus 0 and this is equal to u for every u in V. നമ്മൾ എടുത്തിരിക്കുന്ന കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്, നോൺ എം ടി കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് വിയിൽ there should be an element 0 which does not make any change to the vector when we add them. So 0 plus u should be u itself, u plus 0 should be u itself. So the 0 element will not change the identity of the element u. So we call it the identity of vector addition, or നമുക്ക് സീറോ വെക്റ്റർ എന്ന് വിളിക്കാം അതിനെ. അടുത്തതായിട്ട് അഞ്ചാമത്തെ പ്രോപ്പർട്ടി നമ്മളോട് പറയുന്നത് ഇതാണ്. ഫോർ ഈച്ച് യു ഇൻ വി ദർ ഈസ് എൻ ഒബ്ജക്റ്റ് മൈനസ് യു ഇൻ വി കോൾഡ് ദ നെഗറ്റീവ് ഓഫ് യു such that u plus minus u equal to minus u plus u is equal to 0. So വെക്ടർ വി എന്ന് പറയുന്ന നമ്മുടെ കളക്ഷനിലുള്ള ഏത് എലമെൻറ്റ് യു എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് മറ്റൊരു എലമെൻറ്റ് ഉണ്ടാവണം. ആ എലമെൻറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് മൈനസ് യു എന്ന്. സച്ച് ദാറ്റ് യു പ്ലസ് മൈനസ് യു, നമ്മൾ ഇവരെ തമ്മിൽ വെക്ടർ അഡീഷൻ ചെയ്താൽ ഏത് ഓർഡറിലായാലും നമുക്ക് കുഴപ്പമില്ല, ബിക്കോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വെക്ടർ അഡീഷൻ ഷുഡ് ബി കമ്മ്യൂട്ടേറ്റീവ്. സോ യു പ്ലസ് മൈനസ് യു ആയാലും മൈനസ് യു പ്ലസ് യു ആയാലും ഇറ്റ് ഷുഡ് ബി ദ സീറോ വെക്റ്റർ ഓഫ് ദ വെക്ടർ സ്പേസ്. ഏതാണോ ആ വെക്ടർ സ്പേസിലെ സീറോ വെക്റ്റർ അത് നമുക്കിവിടെ കിട്ടണം. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസാണ് നമ്മൾ വെക്റ്റർ അഡീഷനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് നോക്കാം. യുവും വിയും ക്യാപിറ്റൽ വിയിലുള്ളതാണെങ്കിൽ യു പ്ലസ് വി ക്യാപിറ്റൽ വിയിലുണ്ടായിരിക്കണം. വെക്ടർ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കണം, അസോസിയേറ്റീവ് ആയിരിക്കണം. ദർ ഷുഡ് ബി എ സീറോ വെക്റ്റർ ആൻഡ് ദർ ഷുഡ് ബി എ നെഗറ്റീവ് ഫോർ എവറി യു. നെഗറ്റീവ് എന്നുള്ളത് വെറും പേര് മാത്രമാണ്. യു പ്ലസ് മൈനസ് യു സീറോ ആകുന്ന എലമെൻ്റ് ഏതാണോ അതിനെയാണ് നമ്മൾ മൈനസ് യു എന്ന് പേര് വിളിക്കുന്നത്. യുവിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ സീറോ വെക്റ്ററിനെ തരുന്നത് ആരാണോ അതിനെയാണ് നമ്മൾ മൈനസ് യു എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. സോ കഴിഞ്ഞില്ല, ഇപ്പോൾ നമ്മൾ പറഞ്ഞതെല്ലാം വെക്ടർ അഡീഷനെ കുറിച്ചിട്ടുള്ള ആക്സിയംസ് ആണ്. അടുത്ത ആക്സിയം ഇതാണ്. ഇഫ് കെ ഈസ് എനി സ്കെയിലാർ and u is any object in V or u is any vector, then ku should be in V. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഈസ് ആൻ ഓപ്പറേഷൻ വിച്ച് ഇസ് എയ്തർ ഫ്രം ആർ ക്രോസ് വി ടു വി ഓർ ഫ്രം സി ക്രോസ് വി ടു വി. ഓക്കെ, നോട്ട് ചെയ്യുക, നമ്മളിവിടെ സ്കെയിലാസിനെ ഓർഡിനറി ലെറ്റേഴ്സ് കൊണ്ടും വെക്റ്റേഴ്സിനെ ഡിനോട്ട് ചെയ്യുമ്പോൾ ഞാനിവിടെ ബോൾഡായിട്ടും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡിഫറൻസ് ശ്രദ്ധിക്കണം. അടുത്ത പ്രോപ്പർട്ടി ഇതാണ്. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡീഷൻ. സോ ദർ ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡീഷൻ. സോ കെ ടൈംസ് യു പ്ലസ് വി ഈക്വൽ ടു കെ യു പ്ലസ് കെ വി. അടുത്ത പ്രോപ്പർട്ടി ഇതാണ്. കെ പ്ലസ് എം ടൈംസ് യു ഇസ് ഈക്വൽ ടു കെ യു പ്ലസ് എം യു. ഇവിടെ കെയും എമ്മും സ്കെയിലാസ് ആണ് ആൻഡ് യു ഈസ് എ വെക്റ്റർ. ദ നെക്സ്റ്റ് വൺ ഇസ് കെ ടൈംസ് എം യു ഇസ് ഈക്വൽ ടു കെ എം ടൈംസ് യു. കെ ടൈംസ് എം യു മസ്റ്റ് ബി സെയിം ആസ് കെ എം ടൈംസ് യു. അടുത്ത പ്രോപ്പർട്ടി 1 times u must be same as u for every u element of V. ഓക്കെ, ഇതാണ് നമുക്ക് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനെ സംബന്ധിച്ച് പറയാനുള്ള പ്രോപ്പർട്ടീസ്. സോ ക്ലോസ്ഡ് ആയിരിക്കണം. ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡീഷൻ, വെക്ടർ അഡീഷൻ, ആൻഡ് അഡീഷൻ ഓഫ് സ്കെയിലാസ് അഡീഷൻ ഓഫ് സ്കെയിലാസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ കെ പ്ലസ് എം ടൈംസ് യു മസ്റ്റ് ബി സെയിം ആസ് കെ യു പ്ലസ് എം യു. ദെൻ കെ ടൈംസ് എം യു മസ്റ്റ് ബി കെ എം ടൈംസ് യു
ആൻഡ് 1 u ഈക്വൽ ടു u ഇറ്റ്സെൽഫ്. അപ്പോൾ ഈ 10 പ്രോപ്പർട്ടീസും നമ്മളെടുത്തിരിക്കുന്ന വി എന്ന് പറയുന്ന സെറ്റ് ടുഗെദർ വിത്ത് ദ ഗിവൺ വെക്ടർ അഡീഷൻ ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഈ 10 പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഇറ്റ് ഈസ് എ വെക്ടർ സ്പേസ്. ഓക്കെ, അപ്പോൾ അവിടെ വി എന്ന് പറയുന്ന സെറ്റിന് മാത്രമല്ല പ്രാധാന്യമുള്ളത്, അവിടെ എന്താണോ നമ്മൾ വെക്ടർ അഡീഷൻ എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഓപ്പറേഷൻ, എന്താണ് നമ്മൾ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഓപ്പറേഷൻ, അതും നമുക്ക് പ്രാധാന്യമുള്ളതാണ്. അതിനനുസരിച്ചാണ് നമുക്ക് ഈ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. സോ 3 കാര്യങ്ങൾ നോട്ട് ചെയ്യണം. ഏതാണ് നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് വി, എന്താണ് അവിടുത്തെ വെക്ടർ അഡീഷൻ, എന്താണ് അവിടുത്തെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്ടർ അഡീഷൻ, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്നൊക്കെ പറയുന്നത് വെറും പേരുകളാണ്. വി ക്രോസ് വിയിൽ നിന്ന് വിയിലേക്കുള്ള ഒരു ഓപ്പറേഷൻ, ആ ഓപ്പറേഷൻ ഈ പറയുന്ന പ്രോപ്പർട്ടീസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? അതുപോലെ ആർ ക്രോസ് വി ടു വി അല്ലെങ്കിൽ സി ക്രോസ് വി ടു വി, വി ഹാവ് ആൻ ഓപ്പറേഷൻ ആൻഡ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദീസ് 5 പ്രോപ്പർട്ടീസ്. ഓക്കെ, അത്രയും നമ്മൾ നോക്കുന്നുള്ളൂ. ബിക്കോസ് ദിസ് ഇസ് എ ജനറലൈസേഷൻ. നമ്മൾ സാധാരണ വെക്ടേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുകയും ആഡ് ചെയ്യുകയും ചെയ്യുന്നത് പോലെ ആവണം എന്നില്ല. ഇവിടെ വെക്ടർ അഡീഷൻ എന്നുള്ളത് വെറും ഒരു പേരാണ്. വി ക്രോസ് വിയിൽ നിന്ന് വിയിലേക്കുള്ളൊരു ഓപ്പറേഷൻ, അത്രേ ചിന്തിക്കണ്ടൂ. അതുപോലെ ആർ ക്രോസ് വിയിൽ നിന്ന് വിയിലേക്ക് അല്ലെങ്കിൽ സി ക്രോസ് വിയിൽ നിന്ന് വിയിലേക്കുള്ളൊരു ഓപ്പറേഷൻ, അതിനെയാണ് നമ്മളിവിടെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് നോട്ട് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോഴ്സിൽ മുഴുവനായിട്ടും ഈ സ്കെയിലാർസ് എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കാൻ പോകുന്നത് ഒന്നുകിൽ റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സ് മാത്രമാണ്. ഇങ്ങനെയല്ലാതെയും നമുക്ക് വെക്ടർ സ്പേസുകൾ ഡിഫൈൻ ചെയ്യാൻ പറ്റും. തൽക്കാലം നമ്മൾ ഇത് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പിന്നീട് ഉയർന്ന ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ നമ്മളത് പഠിക്കും. ഇതിലെ സ്കെയിലാർസ് റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ ആ വെക്ടർ സ്പേസ് റിയൽ വെക്ടർ സ്പേസ് ആണ് എന്ന് പറയും. സ്കെയിലാർസ് കോംപ്ലക്സ് നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് കോംപ്ലക്സ് വെക്ടർ സ്പേസ് ആണ് എന്ന് പറയും. അപ്പോൾ ഇനി ഈ സെഷനിലും നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത് റിയൽ വെക്ടർ സ്പേസസ് ആണ്. അതായത് നമ്മൾ തൽക്കാലം സ്കെയിലാർസ് ആയിട്ട് റിയൽ നമ്പേഴ്സ് എടുത്തിട്ടാണ് ഈ ഒരു സെഷനിൽ നമ്മൾ പറയാൻ പോകുന്നത്. സോ നമുക്ക് എക്സാമ്പിൾസ് കാണാം. അതിന് മുമ്പായിട്ട് എക്സാമ്പിൾസിലേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഒരു സെറ്റും 2 ഓപ്പറേഷൻസും തന്നു കഴിഞ്ഞാൽ അതൊരു വെക്ടർ സ്പേസ് ആണ് എന്ന് കാണിക്കാൻ പറ്റും. സോ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഐഡൻറ്റിഫൈ ദ സെറ്റ് വി ഓഫ് ഒബ്ജക്ട്സ് ദാറ്റ് വിൽ ബിക്കം വെക്ടേഴ്സ്. സോ വി എന്ന് പറഞ്ഞിരിക്കുന്ന സെറ്റിലെ എലമെൻസിൻ്റെ ഫോം എന്താണ്, എങ്ങനെയുള്ള എലമെൻസ് ആണ് വി എന്ന് പറയുന്ന സെറ്റിലുള്ളത് എന്ന് നമ്മൾ നോക്കണം. ദെൻ ഐഡൻറ്റിഫൈ ദ അഡീഷൻ ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻസ് ഓൺ വി. ആരെയാണ് അഡീഷൻ എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, എന്ത് ഓപ്പറേഷനെയാണ് നമ്മളവിടെ അഡീഷൻ എന്ന് വിളിച്ചിരിക്കുന്നത്, അതുപോലെ എന്ത് ഓപ്പറേഷനെയാണ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് വിളിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കണം. അതാണ് രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. ദെൻ മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആക്സിയം 1ഉം 6ഉം. ആക്സിയം 1 എന്ന് പറയുന്നത് യുവും വിയും ക്യാപിറ്റൽ വിയിലുള്ളവരാണെങ്കിൽ വെദർ യു പ്ലസ് വി ബിലോങ്സ് ടു വി. 2 വെക്ടേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് വേറൊരു വെക്ടർ തന്നെയാണോ കിട്ടുന്നത്, അതാണ് ആക്സിയം 1. ആക്സിയം 6 എന്ന് പറയുന്നത് ഒരു വെക്ടറിനെ ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഒരു വെക്ടർ തന്നെയാണോ. വെക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് എലമെൻറ്റ് ഓഫ് വി, സ്കെയിലാർ എന്ന് പറയുന്നത് ഇവിടെ റിയൽ നമ്പേഴ്സ്. സോ ടേക്ക് എ യു ഫ്രം വി ആൻഡ് ടേക്ക് സം കെ വെദർ കെ യു ഈസ് ഇൻ വി ഇറ്റ് സെൽഫ്. അതാണ് രണ്ടാമതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം. മൂന്നാമതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ദെൻ ഈ 1ഉം 6ഉം എന്നാണ് ഇവിടെ പറയുന്നത്. ആഡിങ് 2 വെക്ടേഴ്സ് ഇൻ വി പ്രൊഡ്യൂസസ് എ വെക്ടർ ഇൻ വി ആൻഡ് മൾട്ടിപ്ലൈയിങ് എ വെക്ടർ ഇൻ വി ബൈ എ സ്കെയിലാർ ഓൾസോ പ്രൊഡ്യൂസസ് എ വെക്ടർ ഇൻ വി. ഇതാണ് നോക്കേണ്ട കാര്യം. ഇതിൽ ആദ്യത്തെ ആക്സിയത്തിനെ നമ്മൾ പറയും ക്ലോഷർ അണ്ടർ അഡീഷൻ. ആക്സിയം 1 is called closure under addition
ആൻഡ് ആക്സിയം 6 ഈസ് കോൾഡ് ക്ലോഷർ അണ്ടർ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. അതായത് നമ്മുടെ വെക്റ്റർ സെറ്റ് വി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ വെക്റ്റർ അഡീഷൻ. അതിലുള്ള ആൾക്കാരെ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ആളെ തന്നെ കിട്ടുള്ളൂ, പുറത്തുനിന്നുള്ള ഒരാളെ കിട്ടില്ല. അപ്പോഴാണ് നമ്മളത് ക്ലോസ്ഡ് അണ്ടർ വെക്റ്റർ അഡീഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഒരു സ്കെയിലാർ കൊണ്ട് നമ്മൾ വിയിലുള്ള ഒരാളെ മൾട്ടിപ്ലൈ ചെയ്താൽ വി വിൽ ഗെറ്റ് ആൻ എലമെൻറ്റ് ഓഫ് വി ഓൺലി. പുറത്തുള്ള ഒരാളെയും നമുക്ക് കിട്ടാൻ പോകുന്നില്ല, അവിടെ തന്നെയുള്ള ആളെയാണ് കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ബാക്കിയുള്ള ഇപ്പോൾ നമുക്ക് മൊത്തം 10 ആക്സിയംസ് ഉണ്ടായിരുന്നു. അതിൽ 1ഉം 6നെ പറ്റി മാത്രമേ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ. ദെൻ നമ്മൾ വരിയായിട്ട് 2, 3, 4, 5, 7, 8, 9, 10 ഈ എല്ലാ ആക്സിയംസും ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. സോ നമ്മുടെ ആദ്യത്തെ എക്സാമ്പിൾ, ദ സീറോ വെക്റ്റർ സ്പേസ് മീൻസ് നമ്മുടെ വി എന്ന് പറയുന്ന സെറ്റിൽ ഒരാളേ ഉള്ളൂ ആൻഡ് ഇറ്റ് ഈസ് 0. ഇതിൽ നമ്മൾ വെറുതെ സെറ്റ് മാത്രം പറഞ്ഞതുകൊണ്ട് വെക്റ്റർ സ്പേസ് ആണോ എന്ന് നമുക്ക് നോക്കാൻ പറ്റില്ല. വെക്റ്റർ അഡീഷൻ എന്താണെന്ന് അറിയണം, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്താണെന്ന് അറിയണം. സോ വി ആർ ഡിഫൈനിങ് 0 + 0 ആസ് 0 itself ആൻഡ് k times 0 ആസ് 0 itself ഫോർ എവറി സ്കെയിലാർ k. സോ ഇതാണ് ഇപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ വിത്ത് റെസ്പെക്ട് ടു ദിസ് വെക്റ്റർ അഡീഷൻ ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. നമുക്ക് ഉറപ്പാണ് വെക്റ്റർ സ്പേസിൻ്റെ എല്ലാ ആക്സിയംസും ട്രിവിയലായിട്ട് നമുക്കവിടെ ഹോൾഡ് ചെയ്യും. എല്ലാ പ്രോപ്പർട്ടിയും അവിടെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. നമുക്ക് ചിന്തിച്ചാൽ അറിയുന്ന കാര്യമുള്ളൂ. സോ ദ സിംഗിൾട്ടൺ സെറ്റ് 0 ഈസ് എ വെക്റ്റർ സ്പേസ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് സീറോ വെക്റ്റർ സ്പേസ്. ഇതൊരു ട്രിവിയൽ ആയിട്ടുള്ള വെക്റ്റർ സ്പേസ് ആണ്. ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നുമില്ല, യാതൊരു ഇൻട്രസ്റ്റും തരാത്ത ഒരു വെക്റ്റർ സ്പേസ് ആണ് സീറോ വെക്റ്റർ സ്പേസ്, ബിക്കോസ് ദർ ഈസ് ഓൺലി 1 person ദർ. നൗ അടുത്തതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് യൂക്ലീഡിയൻ വെക്റ്റർ സ്പേസ് RN. RN എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ലൈനിൻ്റെ ക്രോസ് പ്രൊഡക്ട്സ്. R ആവാം, R2 ആവാം. R2 എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലെയിൻ. R3 ആവാം, മീൻസ് സ്പേസ്. ദെൻ R4 ആവാം, അങ്ങനെ R⁻10 ആവാം. ഓക്കെ, അപ്പോൾ ഇൻ ജനറൽ RN where n ഈസ് എ നാച്ചുറൽ നമ്പർ. സോ എന്താണ് ഈ RN എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഈസ് നത്തിങ് ബട്ട് സെറ്റ് ഓഫ് ഓൾ n tuples x1, x2, etc. xn where this each xi is a real number. ഇങ്ങനെയുള്ള n tuples ആണ് നമ്മുടെ കയ്യിലുള്ള എലമെൻറ്റ്സ്. സോ നമ്മൾ തന്നിരിക്കുന്ന സെറ്റിനെ അനലൈസ് ചെയ്തു. എന്താണ് ഇവിടുത്തെ എലമെൻറ്റ്സ് എന്ന് നമുക്ക് കിട്ടി. എനി എലമെൻറ്റ് ഓഫ് RN ഈസ് ആൻ n tuple ഓഫ് റിയൽ നമ്പേഴ്സ്. ഇനി നമുക്കിവിടെ ഒരു വെക്റ്റർ അഡീഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും കൂടി തന്നിട്ടുണ്ടെങ്കിലേ നമുക്ക് വെക്റ്റർ സ്പേസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടുത്തെ വെക്റ്റർ അഡീഷൻ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. UV രണ്ടും RNലുള്ളതാണെന്ന് കരുതുക. അപ്പോൾ ഇവർ RNലുള്ളവരാവണം എന്നുണ്ടെങ്കിൽ ബോത്ത് ഓഫ് ദം ഷുഡ് ബി n tuples. So U can be written as U1, U2, etc. UN and V can be written as V1, V2, etc. VN, and we are adding them to get U1 plus V1, U2 plus V2, etc. UN plus VN. So add the first two entries to get the first entry. Add the second entries U2 and V2 to get U2 plus V2. Similarly, UN and VN will give us UN plus VN here. ഇങ്ങനെ കോർഡിനേറ്റ് വൈസ് അഡീഷൻ ആണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന വെക്റ്റർ അഡീഷൻ. അടുത്തതായിട്ട് KU is defined as, or scalar multiplication is defined as K times U1, U2, etc. UN, which is equal to KU1, KU2, etc. KUN. അതായത് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും കോർഡിനേറ്റ് വൈസ് ആണ് ചെയ്തിരിക്കുന്നത്. എല്ലാ n ടുപ്പിളിലുള്ള ഓരോ എൻട്രിയെയും നമ്മൾ k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് സെറ്റ് V എന്താണെന്ന് തന്നിട്ടുണ്ട്. ഇവിടുത്തെ വെക്റ്റർ അഡീഷൻ ആരാണെന്നും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആരാണെന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. നൗ വി ക്യാൻ ചെക്ക് വെദർ ദിസ് ഫോംസ് എ വെക്റ്റർ സ്പേസ് ഓർ നോട്ട്.
സോ വെക്ടർ സ്പേസ് ആവണമെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് വെദർ ഇറ്റ് ഇസ് ക്ലോസ്ഡ് അണ്ടർ വെക്ടർ അഡീഷൻ. സോ നമ്മൾ വെക്ടർ അഡീഷൻ എന്നുള്ള ഓപ്പറേഷൻ നോക്കുക. യുവും വിയും ക്യാപിറ്റൽ വിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ദേ ആർ എൻ ടുപ്പിൾസ്. ഇനി യു പ്ലസ് വി ആർ എന്നിൽ ഉണ്ടാവണമെങ്കിൽ യു പ്ലസ് വി ഷുഡ് ബി എൻ എൻ ടുപ്പിൾ ഓഫ് റിയൽ നമ്പേഴ്സ്. അപ്പം നമ്മൾ നോക്കുക, ഇത് ഒരു എൻ ടുപ്പിളാണ്. ദ ഫസ്റ്റ് എലമെൻറ്റ് ഇസ് u1 പ്ലസ് v1. u1ഉം v1ഉം റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ട് u1 പ്ലസ് v1 ഈസ് എ റിയൽ നമ്പർ. സോ ഫസ്റ്റ് പൊസിഷനിൽ നമ്മുടെ കയ്യിലുള്ളത് ഒരു റിയൽ നമ്പറാണ്. അതുപോലെ u2ഉം v2ഉം റിയൽ നമ്പേഴ്സാണ്. സോ u2 പ്ലസ് v2 ഈസ് എ റിയൽ നമ്പർ. ഓക്കെ, സിമിലർലി un-ഉം vn-ഉം റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ട് അവരുടെ സം un പ്ലസ് vn-ഉം ഒരു റിയൽ നമ്പറാണ്. സോ ദിസ് u പ്ലസ് v is an n tuple of real numbers. Therefore, this u plus v is in Rn or it is in V. അടുത്തതായിട്ട് നമ്മൾ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനിൽ, സോ ആക്സിയം 1 ഓക്കെ ആണെന്ന് നമുക്കിവിടെ കിട്ടി കേട്ടോ. ആക്സിയം 1 നമ്മളിവിടെ വെരിഫൈ ചെയ്തു. നൗ ആക്സിയം 6, k is a real number and u, vector u is an n tuple. So k times u1, u2, etc. un is defined as ku1, ku2, etc. kun. ഇത് വിയിലുണ്ടോ എന്ന് നമുക്ക് നോക്കണം. ഓക്കെ, ബിക്കോസ് വിയിലുള്ളൊരു എലമെൻറ്റിനെ നമ്മളൊരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇത് വിയിലുണ്ടാവണമെങ്കിൽ വി ഇസ് ആർ എൻ. സോ ദിസ് ഷുഡ് ബി ആൻ എൻ ടുപ്പിൾ ഓഫ് റിയൽ നമ്പേഴ്സ്. കെയും u1ഉം റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ട് അവരുടെ പ്രൊഡക്റ്റ് വീണ്ടും ഒരു റിയൽ നമ്പറാണ്. സോ ഫസ്റ്റ് പൊസിഷനിലുള്ളത് ഒരു റിയൽ നമ്പറാണ്. സിമിലർലി സെക്കൻഡ് പൊസിഷൻ തുടങ്ങി nth പൊസിഷൻ വരെയുള്ളവരെല്ലാം റിയൽ നമ്പേഴ്സാണ്. ആൻഡ് ദിസ് ഈസ് ആൻ എൻ ടുപ്പിൾ ഓഫ് റിയൽ നമ്പേഴ്സ്. ദർഫോർ ദിസ് ഈസ് ഓൾസോ എൻ എലമെൻറ്റ് ഓഫ് വി. സോ ദ സെറ്റ് വി ഈക്വൽ ടു ആർ എൻ is closed under addition and scalar multiplication because the foregoing operations produce n tuples as their end result. So 1 and 6 okay. ഇനി നമുക്ക് 2, 3, 4, 5 നോക്കാം ആദ്യം. സോ സെക്കൻഡ് ആക്സിയത്തിൽ നമ്മൾ കമ്മ്യൂട്ടേറ്റിവിറ്റി ആണ് ചെക്ക് ചെയ്യേണ്ടത്. സോ u പ്ലസ് വി ഈസ് ഡിഫൈൻഡ് ലൈക്ക് ദിസ്: u1 പ്ലസ് v1, u2 പ്ലസ് v2, എക്സെട്ര un പ്ലസ് vn. ഓക്കെ, നമുക്ക് റിയൽ നമ്പേഴ്സിൻ്റെ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്ന് ചെറിയ ക്ലാസ് തുടങ്ങി നമ്മൾ പഠിക്കുന്നതാണ്. If you add two real numbers, order is not a matter. u1 plus v1 will be same as v1 plus u1. So here നമുക്ക് v1 plus u1 plus v1 എന്നുള്ളതിനെ v1 plus u1 എന്നും എഴുതാം. അതുപോലെ the next one can be written as v2 plus u2, etc. vn plus un. So that ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഇത് v plus u ആണ്. So u plus v is same as v plus u. So axiom 2 ഹോൾസ്. അടുത്തത് അസോസിയേറ്റീവ് ആണോ നോക്കണം. വെക്ടർ അഡീഷൻ അസോസിയേറ്റീവ് ആണോ? സോ വാട്ട് ഇസ് u പ്ലസ് v പ്ലസ് w? ഇറ്റ് ഇസ് u1 പ്ലസ് v1 പ്ലസ് w1, u2 പ്ലസ് v2 പ്ലസ് w2, എക്സെട്ര un പ്ലസ് vn പ്ലസ് wn. എൻ ടുപ്പിളാണ്. മാത്രമല്ല ഇവിടെ നമ്മുടെ ജനറലായിട്ട് നമ്മുടെ ഒരു ടേം എന്ന് പറയുന്നത് ഇതാണ്: ui പ്ലസ് vi പ്ലസ് wi ആൻഡ് അഡീഷൻ ഓഫ് റിയൽ നമ്പേഴ്സ് ഇസ് അസോസിയേറ്റീവ്. സോ ഇതിനെ നമുക്ക് ui പ്ലസ് vi പ്ലസ് wi എന്നെഴുതാം. സോ ഓരോ ടേമിനെയും ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് v1 പ്ലസ് v1 പ്ലസ് w1, u2 പ്ലസ് v2 പ്ലസ് w2, un പ്ലസ് vn പ്ലസ് wn എന്നെഴുതാം. ദിസ് ഇസ് u പ്ലസ് v പ്ലസ് w, വെക്റ്റർ u പ്ലസ് v പ്ലസ് w. സോ വെക്റ്റർ അഡീഷൻ ഇസ് അസോസിയേറ്റീവ്. സെക്കൻഡ് ആക്സിയം ഹോൾസ്. അടുത്തതായിട്ട് നമുക്ക് ഒരു സീറോ എലമെൻ്റ് ഉണ്ടാവണം. ദർ ഷുഡ് ബി എ സീറോ വെക്റ്റർ വിച്ച് വിൽ നോട്ട് ചേഞ്ച് എനി വെക്റ്റർ വെൻ വി ആഡ് വിത്ത് ഇറ്റ്. സോ ഇവിടുത്തെ സീറോ വെക്റ്റർ എന്ന് പറയുന്നത് വെറും സീറോയല്ല, ഇറ്റ് ഈസ് എൻ ടുപ്പിൾ സീറോ, 0 0 എക്സെട്ര 0 n ടൈംസ്. ഓക്കെ, ദെൻ നമുക്ക് ഈ ഡെഫിനിഷൻ പ്രകാരം u പ്ലസ് 0
equal to 0 plus u equal to u for every u element of Rn എന്ന് കിട്ടും. So there is a 0 vector in Rn. So axiom 4 ഹോൾഡ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഓരോ വിയിലുള്ള ഓരോ എലമെൻറ്റിനും ഒരു നെഗറ്റീവ് എലമെൻ്റ് ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. സോ യു ഈക്വൽ ടു u1 u2 എക്സെട്ര un Rnലുള്ളതാണെന്ന് കരുതുക. അപ്പോൾ u1 u2 എക്സെട്ര un ഒക്കെ Rnലുണ്ടെങ്കിൽ u1 u2 എക്സെട്ര un എല്ലാം Rലുണ്ടെങ്കിൽ നമുക്കറിയാം u1 Rലുണ്ടെങ്കിൽ മൈനസ് u1ഉം Rലുണ്ട്. അതായത് u1 ഒരു റിയൽ നമ്പർ ആണെങ്കിൽ -1 ഇൻറ്റു u1, അതായത് -u1 എന്ന് പറയുന്നതും ഒരു റിയൽ നമ്പറാണ്. അതുപോലെ u2 റിയൽ നമ്പർ ആണെങ്കിൽ -u2 ഈസ് എ റിയൽ നമ്പർ. un റിയൽ നമ്പർ ആണെങ്കിൽ -un ഈസ് എ റിയൽ നമ്പർ. സോ -u1 -u2 എക്സെട്ര -un ഈസ് ഇൻ Rn. അതിനെ നമ്മൾ -u എന്ന് ഡിനോട്ട് ചെയ്യാണ്. ദെൻ u plus -u and -u plus u will be the n tuple 0 0 etc 0. So there is a negative element for every u element of Rn. So axiom 5 ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് 6 ഓൾറെഡി നമ്മൾ നോക്കിയിട്ടുണ്ട്. ആക്സിയം 7 ചെക്ക് ചെയ്യണം. ആക്സിയം 7 is k times u plus v equal to എന്താ വരിക? that is k u1 plus v1 k u2 plus v2 etc k un plus vn. ഇവിടുത്തെ കെയും u1ഉം v1ഉം വെറും റിയൽ നമ്പേഴ്സാണ്. ആൻഡ് വി നോ ദാറ്റ് addition of multiplication of real numbers is distributive over addition. So we can write this k u1 plus v1 as k u1 plus k v1. Similarly, this can be written as k u2 plus k v2 etc k un plus k vn. Okay, നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. k u1 etc k un plus k v1 etc k vn. And the first one is k vector u and second one is k vector v. So k times u plus v is same as k u plus k v. 7th axiom ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് 8th axiom k plus m of u equal to k plus m u1 etc k plus m un. ഇവരൊക്കെ വെറും റിയൽ നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് multiplication is distributive over addition എന്നുള്ളത് multiplication from right side is also distributive over addition. So we can write like this. The first one is ku and the second one is mu. So axiom 8 ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ നമുക്കിനി അടുത്ത ആക്സിയം എന്ന് പറയുന്നത് k times mu is equal to k mu1 mu2 etc mun. This can be written as kmu1 kmu2 etc kmun, and this is same as km times u1 etc km times un because multiplication of real numbers associative ആണ്. So we can write this as km times u. So axiom 9 ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒരു ആക്സിയം കൂടി നമുക്ക് ബാക്കിയുണ്ട്. ആക്സിയം 10 1 times u equal to 1 u1 u2 etc un which is 1 u1 etc 1 un which is same as u1 u2 etc un which is equal to u itself. So നമുക്ക് തന്നിരിക്കുന്ന Rn together with coordinate wise addition and scalar multiplication satisfies all the axioms of a vector space. Therefore Rn is a vector space. നമുക്കിനി റിയൽ വെക്ടർ സ്പേസസിൻ്റെ കൂടുതൽ എക്സാമ്പിൾസുമായിട്ട് അടുത്ത സെഷനിൽ പരിചയപ്പെടാം.